Hi dear students. Last class നമ്മൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ OS ഇൻസ്റ്റലേഷൻ ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു സെർവർ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റം പോലെയല്ല അല്ലേ. ഇപ്പോൾ സെർവറിലേക്ക് കുറേ ക്ലയൻറ്റ്സ് കണക്ട് ചെയ്യും, അതായത് കുറേ യൂസേഴ്സ് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്, യൂസേഴ്സ് അതേപോലെ ഗ്രൂപ്പ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്ന ഒന്നാണ് ഈ യൂസേഴ്സ് അതേപോലെ ഗ്രൂപ്പ്സ്. അപ്പോൾ അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകൾ, അതായത് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു യൂസർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ യൂസർക്ക് ഇപ്പോൾ പാസ്വേഡ്, സെക്യൂരിറ്റിക്ക് വേണ്ടി പാസ്വേഡും കൊടുക്കാം. അപ്പോൾ പാസ്വേഡ് അടിച്ചിട്ടാണ് അതിലേക്ക് എൻട്രി ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ലിനക്സിലൊക്കെ കയറുന്ന സമയത്ത് പാസ്വേഡ് അല്ലേ, പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അതായത് ഒരു യൂസർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസർക്ക് നമുക്ക് സെക്യൂരിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി കൊടുക്കാം. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പാസ്വേഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഡെസ്ക്ടോപ്പ് OSൽ പിന്നെ സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിൽ അതിൽ പിന്നെ നമ്മൾ യൂസർക്ക് സെക്യൂരിറ്റി കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ യൂസറൊക്കെ ആണെങ്കിൽ അവിടെ പാസ്വേഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിൻഡോസ് 7, വിൻഡോസ് 8 പോലെയുള്ള ഡെസ്ക്ടോപ്പ് OSലൊക്കെ നമുക്ക് പാസ്വേഡ് ഇല്ലാതെയും യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നേരെ മറിച്ച് സെർവർ OSൽ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പാസ്വേഡ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഡെസ്ക്ടോപ്പ് OSൽ വർക്ക് സ്റ്റേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇതേപോലെ യൂസേഴ്സിനെ നമുക്ക് പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാൻഡ് ലോൺ സിസ്റ്റം ആണെങ്കിൽ അതിലും പല യൂസേഴ്സിനും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന സിസ്റ്റംസ്, അതായത് വിൻഡോസ് 7, വിൻഡോസ് 8 പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ നമുക്ക് ഇതേപോലെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കമ്പ്യൂട്ടർ വേണമെങ്കിൽ നമുക്ക് ഒന്നിലധികം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓരോ യൂസർ അക്കൗണ്ടിനും അവരുടെ പ്രിഫറൻസ് അനുസരിച്ചുള്ള സെറ്റിങ്സ് അവർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ യൂസർ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ യൂസറും പ്രിഫറൻസിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ എന്താണോ സെറ്റ് ചെയ്യുന്നത് അത് എനിക്ക് വരും. പിന്നെ അടുത്ത യൂസർ എന്താണോ സെറ്റ് ചെയ്യുന്ന അയാളെ യൂസർ അക്കൗണ്ടിൽ എന്താണോ വരുന്നത് അത് വരും. ഓരോ പ്രൊഫൈൽസ് നമുക്കറിയാലോ, പ്രൊഫൈൽ നിങ്ങളെ മൊബൈലിലൊക്കെ അതേപോലെ പിന്നെ പ്രൊഫൈൽസ് ഉണ്ട് അല്ലേ. സൈലൻറ്റ് മോഡ്, പിന്നെ എയർപ്ലെയിൻ മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രൊഫൈൽസ് ഉണ്ട്. അതേപോലെയുള്ള ഒരു സിസ്റ്റമാണ് ഇതിലും. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നിലധികം യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ആ യൂസേഴ്സിന് പാസ്വേഡ് വേണം കൊടുത്തിട്ട് നമുക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അത് യൂസറെ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ്. ലോക്കൽ യൂസേഴ്സ് and groups is located in computer management, a collection of administrative tools that you can use to manage a single local or remote computer. അതായത് ഒരു ലോക്കൽ യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സിസ്റ്റമോ അല്ലെങ്കിൽ ചെറിയൊരു നെറ്റ്വർക്കിലോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, അതുപോലെ തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്, അതൊക്കെ ഈ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കൺട്രോൾ പാനലിൽ. അതിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ലോക്കൽ യൂസേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു സെർവർ യൂസ് ചെയ്തിട്ട് അതിൽ കുറേ ക്ലയൻറ്റ്സും കണക്ട് ചെയ്യുക, അതിനെ നമ്മൾ അങ്ങനെ ലോക്കൽ യൂസർ എന്ന് പറയില്ല. നേരെ മറിച്ച് ഒരു സ്റ്റാൻഡ് അലോൺ സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ചെറിയ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന പിന്നെ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന യൂസേഴ്സിനെയാണ് നമ്മൾ ലോക്കൽ യൂസർ എന്ന് പറയുന്നത്. You can use local users and groups to secure and manage user accounts and groups stored locally on your computer. അപ്പോൾ അവിടെ ഈ സെറ്റിങ്സ് യൂസർ ക്രിയേറ്റ് ചെയ്ത് അതേപോലെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആ സെറ്റിങ്സ് ഒക്കെ ആ കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. നേരെ മറിച്ച് പിന്നെ സെർവർ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ ആ സെർവറിലായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
A local user or group account can be assigned permissions and rights on a particular computer, such as backup files and folders or shutting down a computer, etc. അപ്പോൾ ഒരു ലോക്കൽ യൂസർ ഓർ ഗ്രൂപ്പ് അക്കൗണ്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറേ പെർമിഷൻ സെറ്റ് ചെയ്യാം. ഓരോ യൂസർക്കും എന്തൊക്കെ പെർമിഷനാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പെർമിഷൻസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് മീൻസ് ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററാണ് അത് ചെയ്യുക, അല്ലെങ്കിൽ IT അഡ്മിനിസ്ട്രേറ്ററാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഫയൽസ് ബാക്കപ്പ് ചെയ്യാനുള്ള പവർ, അതേപോലെ തന്നെ ഷട്ട് ഡൗൺ ചെയ്യാൻ, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പവർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം, പവർ പെർമിഷനൊക്കെ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സെറ്റിങ്സിലാണ്, ലോക്കൽ യൂസർ ആൻഡ് ഗ്രൂപ്പ് അക്കൗണ്ടിൽ. ഇനി അതുപോലെ നെറ്റ്വർക്ക് യൂസർ അക്കൗണ്ട് ആണെങ്കിൽ അത് നേരെ തിരിച്ച്, അതായത് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഓഫ് നെറ്റ്വർക്ക് യൂസർ അക്കൗണ്ട്സ് ആർ സ്റ്റോർഡ് ഇൻ എ സെൻട്രൽ മെഷീൻ യൂഷ്വലി നോൺ ആസ് സെർവർ. അപ്പോൾ സെർവറിലായിരിക്കും എന്ത് ചെയ്യാം, ഈ നെറ്റ്വർക്ക് യൂസറിൻ്റെ കേസിൽ ഡാറ്റ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ലോക്കൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിലാണ് ഡാറ്റാസ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ, നെറ്റ്വർക്ക് യൂസറുടെ കേസിൽ അയാൾ പിന്നെ ഒരു ക്ലയൻ്റായിട്ട് ആ സെർവറായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആ യൂസറെ പറ്റിയിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്, സെർവറിലായിരിക്കും. അപ്പോൾ സെർവറായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെർവറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. Unlike local user accounts, network user accounts are not bound with any particular system. ഇപ്പോൾ നെറ്റ്വർക്ക് യൂസറുടെ പിന്നെ കേസിൽ നമുക്കറിയാം അല്ലേ, അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു സെൻട്രൽ സിസ്റ്റത്തിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലല്ല. അത് സെൻട്രൽ സെർവറിലാണ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. ബേസ്ഡ് ഓൺ കോൺഫിഗറേഷൻ, എ നെറ്റ്വർക്ക് യൂസർ ക്യാൻ ലോഗ് ഇൻ എ സ്പെസിഫിക് മെഷീൻ ഓർ എനി മെഷീൻ ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു നെറ്റ്വർക്ക് യൂസറിന് ഏതൊക്കെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ നെറ്റ്വർക്ക് ഒരു സ്പെഷ്യൽ സിസ്റ്റത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഫുൾ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ടൈപ്പാണ് റിമോട്ട് സർവീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഉണ്ട്. ഇതിൽ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഓഫ് ദീസ് മെഷീൻ ആർ സ്റ്റോർഡ് ഇൻ റിമോട്ട് മെഷീൻ. അപ്പോൾ ഇതിൽ ഇപ്പോൾ യൂസർ നെയിം പാസ്വേഡൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഒരു ദൂരെയുള്ള ഏതെങ്കിലും ഒരു മെഷീൻ, ചിലപ്പോൾ സെർവർ ആയിരിക്കാം, ആ മെഷീനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ദീസ് അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ടു റിമോട്ട്ലി ആക്സസ് എ സ്പെസിഫിക് സർവീസ് ഓർ ആൻ ആപ്ലിക്കേഷൻ റണ്ണിങ് ഇൻ റിമോട്ട് സിസ്റ്റം. അപ്പോൾ ഈ ഒരു റിമോട്ട് സർവീസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റം ദൂരെയുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സർവീസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യൂസർ എന്ത് ചെയ്യും, ആ റിമോട്ട് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യും അയാളുടെ യൂസർ നെയിം പാസ്വേഡും വെച്ചിട്ട്. അപ്പോൾ ഈ യൂസർ നെയിം പാസ്വേഡ് എവിടെ ആയിരിക്കും, ആ റിമോട്ട് സിസ്റ്റത്തിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാകുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ FTP അക്കൗണ്ട്സ്, അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ് FTP. അപ്പോൾ FTP യൂസ് ചെയ്തിട്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക. അതേപോലെ ഇമെയിൽ അക്കൗണ്ട്സ് ഒക്കെ നമുക്കറിയാം അല്ലേ, അതായത് നമ്മളിപ്പോൾ Gmail അക്കൗണ്ട് ഉണ്ട്, ആ Gmail അക്കൗണ്ട് നമുക്ക് ഒരു യൂസർ നെയിം പാസ്വേഡൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളെ കമ്പ്യൂട്ടർ ആ ഒരു Gmail സെർവറായിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, ആ റിമോട്ട് മെഷീനിലാണ്. പിന്നെ അതുപോലെ വെബ്സൈറ്റ് അക്കൗണ്ട്സ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റിമോട്ട് സർവീസ് അക്കൗണ്ട്സ്. ഇപ്പോൾ നമ്മളെ FB, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ അവരുടെ പിന്നെ നമ്മളെ പാസ്വേഡും ഒക്കെ അവരുടെ സെർവറിലാണ്. അപ്പോൾ നമ്മളെ മെഷീനിൽ നിന്ന് എന്ത് ചെയ്യും, ആ റിമോട്ട് കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്തിട്ട് നമ്മളെ യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. അതിനാണ് ഈ റിമോട്ട് സർവീസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, അനോണിമസ് യൂസർ അക്കൗണ്ട്. ദിസ് അക്കൗണ്ട് ഡസ് നോട്ട് റിക്വയർ എ പാസ്വേഡ് ടു ലോഗിൻ. അപ്പോൾ ഈ ഒരു അനോണിമസ് യൂസർ അക്കൗണ്ട് എന്തിനാന്ന് വെച്ചാൽ, അത് നമ്മളൊരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ചില സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊരു പാസ്വേഡ് വേണ്ട, ഒരു ലോഗിൻ ഉണ്ടാവും, പക്ഷെ എന്താണ്, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ദിസ് അക്കൗണ്ട് ഹാസ് ദി ലോവസ്റ്റ് പ്രിവിലേജ് എമംഗ് ഓൾ അവൈലബിൾ അക്കൗണ്ട്സ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പല അക്കൗണ്ട്സും ഉണ്ട്, അതായത് യൂസർ അക്കൗണ്ട് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ പല യൂസർ അക്കൗണ്ട് പലതുണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രിവിലേജ് ഉള്ള അക്കൗണ്ടാണ് ഈ അനോണിമസ് യൂസർ അക്കൗണ്ട്.
അപ്പോൾ അതിൽ എന്താണ് പാസ്വേഡ് പോലും നമുക്ക് അടിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ പറ്റും. യൂഷ്വലി ദിസ് അക്കൗണ്ട് ടൈപ്പ് ഈസ് യൂസ് ടു ഷെയർ ഡാറ്റ പബ്ലിക്ലി ത്രൂ എ സർവീസ് വിച്ച് നോർമലി റിക്വയർസ് ലോഗിൻ ആക്സസ്. പക്ഷെ എന്താണ്, പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പിന്നെ എല്ലാവർക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ആ കാര്യം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ, എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫയൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അത് പബ്ലിക് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനൊരു പാസ്വേഡ് വെക്കാത്തത്. എൻ്റെ ഒരു എക്സാമ്പിൾ, ഇഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ വാണ്ട്സ് ടു അലോ എനിവൺ ടു ഡൗൺലോഡ് ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ എ പെർട്ടിക്കുലർ ഫോൾഡർ അറ്റ് FTP സെർവർ. ഇപ്പോൾ ഒരു FTP സെർവർ ഉണ്ട്, അതിലൊരു ഫയലുണ്ട്. ആ ഫയല് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും എത്തിക്കണം. അപ്പോൾ അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ത് ചെയ്യും, ഈ FTPൻ്റെ ഒരു അനോണിമസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷൻ ഈ ഫോൾഡറിൽ കൊടുക്കും. ഏത് ഫോൾഡറിലാണോ നമ്മൾ ആ ഫയൽ ഷെയർ ചെയ്യാനുള്ള ഫയൽ ഉള്ളത് അത് ഡിഫോൾട്ട് ലൊക്കേഷൻ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഏത് യൂസർക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് പാസ്വേഡ് ഇല്ലാതെ ലോഗിൻ ചെയ്തിട്ട് ആ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതിൻ്റെ ഫയൽ ഇപ്പോൾ അതേപോലെ FTP സെർവർ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാം. അപ്പോൾ അവിടെ എന്താണ്, എല്ലാവർക്കും വേണ്ടി പിന്നെ ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് അവിടെ സെക്യൂരിറ്റീൻ്റെ പ്രശ്നമില്ല, എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ. അതുകൊണ്ട് നമ്മളൊരു പാസ്വേഡ്, ഒരു അനോണിമസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏത് യൂസർ അക്കൗണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഓരോ യൂസർ, ഇപ്പോൾ പല യൂസേഴ്സ് ഉണ്ട് അല്ലേ, പല ടൈപ്പ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ യൂസേഴ്സിനൊക്കെ ഓരോ യൂസേഴ്സിനും പല പല പ്രിവിലേജ് ആണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പറയണ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എടുക്കുക, ഒരു കമ്പനി, അതിൽ കമ്പനിയിൽ പല യൂസേഴ്സ് ഉണ്ട് അല്ലെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന പല യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ പല യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ പല തട്ടിലുള്ള യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ്, ഓരോ പ്രിവിലേജ് ആയിരിക്കും. അപ്പോൾ നല്ല പിന്നെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് എന്താണ്, കൂടുതൽ ആക്സസ് ഉണ്ടാവും. ലോ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ആക്സസ് അതിനനുസരിച്ച് കുറയും. അതുകൊണ്ടാണ് നമ്മൾ പല ടൈപ്പ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂസേഴ്സിൽ പിന്നെ ഓരോ യൂസർ അതേപോലെ തന്നെ പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ ഓരോ ഗ്രൂപ്പിനും എന്തൊക്കെ പ്രിവിലേജ് ആണോ ഉള്ളത് ആ ഒരു പ്രിവിലേജ് ആദ്യം സെറ്റ് ചെയ്തിട്ട് ഏതൊക്കെ യൂസേഴ്സിനാണ് ആ ഗ്രൂപ്പിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു, ഒരു കമ്പനി എന്ന് പറഞ്ഞു. ഇപ്പോൾ കമ്പനിയെക്കാട്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെ പോളിടെക്നിക് അത് ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഇതേപോലെ തന്നെ പല പിന്നെ തട്ടിലുള്ള ആളുകളുണ്ട് അല്ലേ, സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്. ഈ സ്റ്റാഫിൽ തന്നെ പല കാറ്റഗറി സ്റ്റാഫുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പിന്നെ സ്റ്റാഫിനെ ഞാൻ പറയാം, ഇപ്പോൾ ഒരു പ്രിൻസിപ്പൾ, ഇപ്പോൾ പ്രിൻസിപ്പളാണ് ഏറ്റവും പ്രിവിലേജ് ഉള്ള ആൾ അല്ലേ, ഏറ്റവും പവറുള്ള ആൾ പ്രിൻസിപ്പളാണ്. അതേപോലെ തന്നെ നമ്മളെ കമ്പ്യൂട്ടറിൽ ഏറ്റവും പ്രിവിലേജ് ഉള്ള യൂസർ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്ററാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു യൂസറെ ഡിഫോൾട്ടായിട്ട് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേറ്റർ അതേപോലെ തന്നെ ഒരു ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂസറെയും ഓട്ടോമാറ്റിക്കലി തന്നെ എന്ത് ചെയ്യും, ഈ OS ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പ്രിൻസിപ്പൾ ആണെങ്കിൽ ആ പ്രിൻസിപ്പളിന് ആ ഫുൾ പവർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന പിന്നെ പ്രിവിലേജ് ആർക്ക് കൊടുക്കണം, പ്രിൻസിപ്പളിന് കൊടുക്കണം. കാരണം ഏത് പിന്നെ സെക്ഷനെയും മാനേജ് ചെയ്യാൻ ഈ പ്രിൻസിപ്പളിന് പവർ ഉണ്ട് അല്ലേ. ഇപ്പോൾ പിന്നെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഓഫീസിലെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ വേണമെങ്കിൽ മാനേജ് ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ അതേപോലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ 8 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, 8 ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യാനുള്ള പ്രിവിലേജ് ആർക്കുണ്ട്, പവർ ആർക്കുണ്ട്, പ്രിൻസിപ്പളിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് പിന്നെ സ്റ്റാഫിനെയും എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതേപോലെ ഏത് സ്റ്റുഡൻസിനെയും വേണം മാനേജ് ചെയ്യുക. അപ്പോൾ ഫുൾ ഓവറോൾ എന്താ പറയുക, ഫുൾ പവറാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള യൂസേഴ്സിന് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ പവറുള്ള യൂസേഴ്സ് എന്ന് പറയാം അല്ലേ. ഇനി വേറൊരു ഗ്രൂപ്പ്, അതായത് പിന്നെ നമ്മളവിടെ 8 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 8 ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ഹെഡ് ഉണ്ട് അല്ലേ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഹെഡ് ഓഫ് ദി സെക്ഷൻ HOD എന്ന് പറയുന്ന ഓരോരുത്തരുണ്ട്. അപ്പോൾ ഇവർക്ക്
എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിൻ്റെ അത്ര പവർ ഇല്ല അല്ലേ. പക്ഷെ എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റ് മാനേജ് ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ. അതായത് പിന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മൊത്തം സ്റ്റാഫിനെ മാനേജ് ചെയ്യാം. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പിന്നെ ക്ലാസ്സുകൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ഫസ്റ്റ് ഇയർ ഉണ്ടാവും, സെക്കൻഡ് ഇയർ ഉണ്ടാവും, തേർഡ് ഇയർ ക്ലാസ് ഉണ്ടാവും. അതിലുള്ള പിന്നെ സ്റ്റുഡൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫുൾ സ്റ്റാഫ് ഉണ്ടാവും അല്ലേ. അവരെല്ലാം മാനേജ് ചെയ്യാനുള്ള കഴിവ് ഈ HOD ഉണ്ട് അല്ലേ. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ HOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവർക്കുള്ള പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ഫുൾ പ്രിവിലേജ് ഇല്ല. പക്ഷെ എന്താണ്, അവർക്ക് വേറെ എന്താ പറയുക, അതിന് തൊട്ട് താഴെയുള്ള കുറേ പ്രിവിലേജസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് അതൊരു ഗ്രൂപ്പാക്കി മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലേക്ക് ഈ HOD എന്ന് പറയുന്ന യൂസേഴ്സിനെ ആഡ് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിൽ HOD, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ HOD, സിവിൽ HOD, ഇലക്ട്രോണിക്സിൽ HOD ഒക്കെ അവരൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും എന്ത് ചെയ്യും, ആ പറഞ്ഞിട്ടുള്ള പവേഴ്സ് കിട്ടും. ഓക്കെ. അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ സ്റ്റാഫ്, അപ്പോൾ സ്റ്റാഫിനുള്ള പ്രിവിലേജ്. അപ്പോൾ ആ സ്റ്റാഫിന് എന്താണ്, അവരുടെ HODൻ്റെ അത്ര പ്രിവിലേജ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് തൊട്ട് താഴെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ പിന്നെ ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, കുറേ ടൈപ്സ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഏത് ടൈപ്പ് യൂസറാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിലെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി. ഓക്കെ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാറ്റഗറി ഓഫ് യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പിന്നെ നമ്മൾ എങ്ങനെ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് കിട്ടാൻ സ്റ്റാർട്ടിൽ പോയിട്ട് കൺട്രോൾ പാനലിൽ പോയി കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് കാണാം. അതിൽ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് ഓപ്ഷന് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല വേറെ രീതിയിൽ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഇതിൽ ടൈപ്പ് ചെയ്താൽ മതി. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് കാണാം. അങ്ങനെ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് കാണാം. അപ്പോൾ അതിൽ അതിൻ്റെ സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് കാണാം, ഗ്രൂപ്പ്സും കാണാം. അപ്പോൾ അതിൽ യൂസേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള യൂസേഴ്സിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്, ഒരു ഗസ്റ്റ് ഉണ്ട്, പിന്നെ ഇപ്പോൾ ഞാൻ കയറിയിട്ടുള്ള യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂസറും അതിലുണ്ടാവും. അതായത് OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്താണ് അത്. പിന്നെ അതുകൂടാതെ അഡ്മിനിസ്ട്രേറ്ററും ഗസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഐക്കണിൽ ചെറിയൊരു പിന്നെ ഡൗൺ ആരോ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു ഡൗൺ ആരോ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ്. അതുകൊണ്ടാണ് ആ ഡൗൺ ആരോ കാണിക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററും ഗസ്റ്റും അതുപോലെ തന്നെ എന്താണ്, ഗസ്റ്റിൻ്റെ കേസിലും അതുപോലെ തന്നെ ഉണ്ടാവും അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ്. അപ്പോൾ എന്താണ്, ഇത് ഞാൻ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ 2 അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, അത് ആക്റ്റീവ് അല്ല. ഓക്കെ. അപ്പോൾ ഞാൻ അക്കൗണ്ട് ഡിസേബിൾഡ് ഒഴിവാക്കി അപ്ലൈ ചെയ്തു. ഓക്കെ കൊടുക്കാം. ഇപ്പോൾ എന്തായി, ആ ആരോ പോയി, അതായത് ഇപ്പോൾ ആക്റ്റീവായി. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റർ ഇതാണ് എന്ത്, ഫുൾ പ്രിവിലേജുള്ള യൂസർ. പിന്നെ അതുപോലെ ഇത് ഗസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള പ്രിവിലേജേ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നെ ഈ കാണുന്ന യൂസർ, അത് നമുക്ക് പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ മെമ്പർ ഓഫ് കാണാം. മെമ്പർ ഓഫിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ കാണിക്കും മെമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ.
അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, അഡ്മിനിസ്ട്രേറ്റർ ഗ്രൂപ്പിലാണ് ഈ ഒരു യൂസർ ഉള്ളത്. അതായത് ഈ യൂസർക്കും അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റർ യൂസർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ യൂസർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറേ ഗ്രൂപ്പ്സ് കാണാം. അപ്പോൾ ഈ ഗ്രൂപ്പ്സൊക്കെ പിന്നെ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സിസ്റ്റം തന്നെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്സാണ്. അപ്പോൾ അതിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ പ്രിവിലേജ് ആണുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗസ്റ്റിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഡിഫോൾട്ട് ഗ്രൂപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫോൾട്ടായിട്ട് യൂസേഴ്സിൻ്റെ ഗ്രൂപ്പിലാണ് വരിക. പിന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പിന്നെ മാറ്റം വരുത്തിയിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ കണ്ടോ ബാക്കപ്പ് ഓപ്പറേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പിന്നെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവറും പ്രിവിലേജും കൂടി ആ യൂസേഴ്സിന് കിട്ടും. അപ്പോൾ ഈ ബാക്കപ്പ് പിന്നെ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് സിസ്റ്റം ബാക്കപ്പ് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ടാവും. അതായത് ഫയൽസൊക്കെ ബാക്കപ്പ് ചെയ്യാനുള്ള പ്രിവിലേജ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിൽ പിന്നെ ഏത് ഗ്രൂപ്പിലേക്കാണോ നമുക്ക് ആ യൂസറെ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അതിന് റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് യൂസേഴ്സിൽ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ട് ന്യൂ യൂസർ എടുക്കാം. അപ്പോൾ ഇവിടെ യൂസർ നെയിം കൊടുക്കാം, ആ യൂസറുടെ പേരെന്താണെന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പ്രിൻസിപ്പൾ, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ആയിക്കോട്ടെ, പ്രിൻസിപ്പൾ എന്ന് കൊടുത്തു. അപ്പോൾ പുതിയ യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് ഫുൾ നെയിം ഉണ്ടെങ്കിൽ ആ ഫുൾ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഒരു പാസ്വേഡ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പാസ്വേഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ JDT Poly എന്ന് കൊടുത്തു, പാസ്വേഡ് അതുപോലെ സെറ്റ് ചെയ്തു, ഒരു പാസ്വേഡ് കൊടുത്തു, പാസ്വേഡ് കൺഫേം ചെയ്തു. ഇനി ഇവിടെ നോക്കുക, യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗിൻ. അടുത്ത് നമ്മളൊരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസർ ലോഗിൻ ചെയ്യും, ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാം, ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. കാരണം ഈ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സ്പെസിഫിക് യൂസർക്ക് എന്ത് ചെയ്യുക, അവരുടേതായ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഈ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അവർ ലോഗിൻ ചെയ്യുന്ന ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. ഇനി അത് ഇല്ല, ഞാനിപ്പോൾ അത് മാറ്റുകയെന്ന് വിചാരിക്കുക, അപ്പോൾ ആ ഓപ്ഷൻ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ടിക്ക് ഒഴിവാക്കുക. ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ താഴെ യൂസർ കനോട്ട് ചേഞ്ച് പാസ്വേഡ്. അപ്പോൾ അതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത പാസ്വേഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ യൂസർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ പാസ്വേഡ് നെവർ എക്സ്പയർസ്, അതായത് പാസ്വേഡ് എന്ത് ചെയ്യില്ല, ഒരിക്കലും എക്സ്പയറി ആവില്ല, ആ പാസ്വേഡ് തന്നെ എപ്പോഴും യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അക്കൗണ്ട് ഈസ് ഡിസേബിൾഡ്, അതായത് ഒരു യൂസർ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അക്കൗണ്ട് ഡിസേബിൾ ആക്കി വെക്കാൻ പറ്റും. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് വേണമെങ്കിൽ ആക്റ്റീവ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു യൂസർ അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിസേബിൾ എനേബിളും ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് കൊടുക്കാം. ഇപ്പോൾ നോക്കാം, ഇപ്പോൾ അതാ പ്രിൻസിപ്പൾ എന്നുള്ള പേരിൽ ഒരു യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി വേറൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ HOD തന്നെ ആയിക്കോട്ടെ, HOD കമ്പ്യൂട്ടർ HOD. ഓക്കെ, ഡിസ്ക്രിപ്ഷന് ഞാൻ ഇവിടെ CS എന്ന് കൊടുത്തു. ഇനി പാസ്വേഡ് സെറ്റ് ചെയ്യാണ്. കൺഫേം പാസ്വേഡ് കൊടുത്തു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ സെറ്റിങ്സ് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് അടിച്ചു. ഇവിടെ ക്ലോസ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും HOD കമ്പ്യൂട്ടർ. അപ്പോൾ രണ്ട് യൂസറെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരു യൂസറും കൂടിയും ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, HOD സിവിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, പാസ്വേഡ് സെറ്റ് ചെയ്തു.
ക്രിയേറ്റ് അടിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ രണ്ട് HOD എന്ന് പറയുന്ന പിന്നെ യൂസറും ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ യൂസറും ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോരുത്തരുടെ പ്രിവിലേജ് സെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ ഗ്രൂപ്പ് അവർക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് ഗ്രൂപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആർക്കാണോ ഇപ്പോൾ പ്രിൻസിപ്പളാണ്, പ്രിൻസിപ്പൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. അപ്പോൾ അതിൽ മെമ്പർ ഓഫ് കാണാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് യൂസേഴ്സ് എന്ന് പറയുന്ന മെമ്പർഷിപ്പാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ യൂസർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ അഡീഷണൽ ഗ്രൂപ്പ് വേണമെങ്കിൽ കൊടുക്കുക. ഇപ്പോൾ ഒരു യൂസർക്ക് തന്നെ ഒന്നിലധികം ഗ്രൂപ്പിലെ മെമ്പർ ആവാൻ പറ്റും. അപ്പോൾ ഇവിടെ ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത ശേഷം ഇവിടെ അഡ്വാൻസ്ഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സെലക്ട് ദി ഒബ്ജക്റ്റ് ടൈപ്പ് ഗ്രൂപ്പ്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ഫ്രം ദി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്റത്തിൻ്റെ പേരാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് സിസ്റ്റത്തിൻ്റെ പേര്. നെറ്റ്വർക്ക് ആയിരുന്നെങ്കിൽ നെറ്റ്വർക്കിൻ്റെ പേരാണ് അവിടെ കാണിക്കുക. ഓക്കെ, അല്ലെങ്കിൽ സെർവർ ആണെങ്കിൽ സെർവറിൻ്റെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യും. ആ സെർവറിൻ്റെ കീഴിലുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ ആ സെർവറിൻ്റെ പേരാണ് അവിടെ ലിസ്റ്റ് ചെയ്യുക. അഡ്വാൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫൈൻഡ് നൗ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള എല്ലാ ഗ്രൂപ്പ്സും അവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പ്രിൻസിപ്പളാണ് അല്ലേ, പ്രിൻസിപ്പളിന് പിന്നെ പവർ വേണ്ടത് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പാണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റർ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് എൻ്റെ സിസ്റ്റത്തിൻ്റെ പേര് പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ഗ്രൂപ്പിൻ്റെ പേര്. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റർ ഗ്രൂപ്പിലേക്കാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്, ആ യൂസറെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മെമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ അതുപോലെ യൂസർ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും കൂടി എടുത്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർ ഓഫിൽ കാണാം അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ യൂസേഴ്സ്. അപ്പോൾ രണ്ട് ഗ്രൂപ്പിലെ മെമ്പറാണ് ഇത്. ഇപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഫുൾ പവറാണ് അല്ലേ. അപ്പോൾ യൂസേഴ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ യൂസേഴ്സ് ഞാൻ റിമൂവ് ചെയ്തു. കാരണം എന്താ, അഡ്മിനിസ്ട്രേറ്റർക്ക് ഫുൾ പവർ അല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഞാൻ വേറെ യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിലെ സ്റ്റാഫ് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തു, പാസ്വേഡ് സെറ്റ് ചെയ്തു, ക്രിയേറ്റ് കൊടുത്തു. ഇപ്പോൾ 2 HOD അതുപോലെ തന്നെ സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് വേറൊരു യൂസർ. ഇനി കമ്പ്യൂട്ടർ HOD പ്രോപ്പർട്ടീസ് എടുത്തു. അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ഏതാ, യൂസർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ HODക്ക് എന്താണ്, സാധാ യൂസറിനെക്കാട്ടിയും പ്രിവിലേജ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ആ പ്രിവിലേജും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൈൻ നൗ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ കുറേ ഗ്രൂപ്പ് കാണിക്കും. അപ്പോൾ അതിലിപ്പോൾ പവർ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ അത് നേരത്തെ പോലെ അവിടെ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ പവർ യൂസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവരെ ആഡ് ചെയ്തു, HODനെ ആഡ് ചെയ്തു. അപ്പോൾ HODമാർക്ക് പവർ യൂസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ അത് ഫുള്ള് കിട്ടും. അതേപോലെ തന്നെ യൂസേഴ്സിൻ്റെ പ്രിവിലേജും കിട്ടും. ഇനി സ്റ്റാഫിന് അതേപോലെ തന്നെ നമുക്ക് യൂസേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിലാണ് ഉള്ളത്. അപ്പോൾ അത് മതിയെങ്കിൽ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഡിഫോൾട്ടായിട്ട് വരുന്നത് അത് മാത്രമാണല്ലോ. ഇനി HOD സിവിലിന് അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഇപ്പോൾ നേരത്തെ കമ്പ്യൂട്ടർ ഇതിന് കൊടുത്ത പോലെ തന്നെ എന്ത് ചെയ്യുക, പവർ യൂസറിൻ്റെ ആ ഗ്രൂപ്പും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്തായി, 2 HODമാർക്കും ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള ആ 2 യൂസേഴ്സിൻ്റെയും അതേപോലെ പവർ യൂസേഴ്സിൻ്റെയും എന്ത് ചെയ്തു, പ്രിവിലേജ് കിട്ടി.
അപ്പോൾ ഇവർക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രിവിലേജ് ആണോ ഉള്ളത് അതെല്ലാം എന്ത് ചെയ്യും അവർക്ക് കിട്ടും. ഇനി ഗ്രൂപ്പ്സ് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ്സിൽ കുറേ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വോയിസ് തന്നെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും അതിൻ്റേതായിട്ടുള്ള പ്രിവിലേജും പെർമിഷനുമാണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിലുള്ള ഓരോ യൂസർ ഗ്രൂപ്പ് എടുത്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സിൻ്റെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അതിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത 2 HOD അതുപോലെ തന്നെ ആ സ്റ്റാഫും എന്താണ് യൂസേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് 2 എണ്ണം വേറെ കാണാം. അതായത് അത് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നെറ്റ്വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട 2 യൂസേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിൽ വന്നിട്ടുള്ള ആ 3 യൂസേഴ്സ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള 3 യൂസേഴ്സും ആ യൂസേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്ക് പവർ യൂസർ നമ്മൾ 2 പേർക്കാണ് നമ്മൾ പവർ യൂസർ പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത് 2 HODമാർക്ക്. അപ്പോൾ അതവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെയാണോ അഡ്മിനിസ്ട്രേറ്റർ പവർ ഉള്ളത് ആ യൂസേഴ്സിനെ അവിടെ കാണിക്കും. ഇപ്പോൾ ഒന്ന് അഡ്മിനിസ്ട്രേറ്റർ ഡിഫോൾട്ട് ആയിട്ടുള്ളത്, പിന്നെ എൻ്റെ സിസ്റ്റത്തിൻ്റെ യൂസർ, പിന്നെ കൂടാതെ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത പ്രിൻസിപ്പൾ. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അഡ്മിനിസ്ട്രേറ്റർ പവറാണ്. അവർക്ക് എല്ലാ പ്രിവിലേജും ഉണ്ടായിരിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇതിൽ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിൽ പെടാത്ത വേറെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ന്യൂ ഗ്രൂപ്പ് കൊടുക്കാം. ഇപ്പം ഞാൻ യൂസേഴ്സ് എടുത്തിട്ട് അതിൽ 2 യൂസറും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ന്യൂ യൂസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. സ്റ്റുഡൻറ്റ് 1 കൊടുത്തു. ആ ഫുൾ നെയിമും ഡെസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തു. പാസ്വേഡ് സെറ്റ് ചെയ്തു. ക്രിയേറ്റ് അടിച്ചു. ഇനി ഒരു യൂസറെ കൂടി സ്റ്റുഡൻറ്റ് 2 എല്ലാം കൊടുത്തു. പാസ്വേഡ് സെറ്റ് ചെയ്തു. ക്രിയേറ്റ് അടിച്ചു. ഓക്കെ. അപ്പോൾ ആ 2 യൂസർ അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്താണ്. ഇനി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഗ്രൂപ്പ് എടുത്തിട്ട് ഞാനിവിടെ ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്രൂപ്പിന് ഞാനൊരു പേര് കൊടുത്തു, സ്റ്റുഡൻസ് പേര് കൊടുത്തു. ആ ഗ്രൂപ്പിനൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. ഇനി എനിക്ക് മെമ്പേഴ്സിനെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ ഗ്രൂപ്പിൽ ഏതൊക്കെ മെമ്പേഴ്സാണ് വേണ്ടതെന്നുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ 2 സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് 2 യൂസേഴ്സിനെ ഉണ്ടാക്കിയില്ലേ, അവരെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, യൂസേഴ്സിന് ഗ്രൂപ്പ് അസൈൻ ചെയ്യുക ചെയ്ത്. ഇത് നേരെ എന്ത് ചെയ്തു, മെമ്പേഴ്സിനെ ഇവിടെ വെച്ചിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫൈൻഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള എല്ലാ യൂസേഴ്സിനെയും ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതും ഡിഫോൾട്ടായിട്ടുള്ളതും എല്ലാം അവിടെ കാണാൻ പറ്റും. ഇനി ഞാൻ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന 2 സ്റ്റുഡൻസിനെയും ഞാൻ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പോവാം. ഇപ്പോൾ 2 എണ്ണം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ സിസ്റ്റം സ്ലാഷ് ആ യൂസർ നെയിം 2 അവിടെ ലിസ്റ്റ് ചെയ്യും. ഓക്കെ അടിക്കാം. അപ്പോൾ എന്തായി, ഈ ഗ്രൂപ്പിലേക്ക് ആ 2 മെമ്പേഴ്സിനെ ആഡ് ചെയ്തു. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് മെമ്പേഴ്സിനെയും ആഡ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, അവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് പ്രോപ്പർട്ടീസ് അടിച്ച് കഴിഞ്ഞാൽ അവർ മെമ്പർ ഓഫ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ മെമ്പറാണ്. അതുപോലെ തന്നെ യൂസേഴ്സ് ഡിഫോൾട്ടായിട്ട് വരുന്ന ഗ്രൂപ്പാണ്. ഓക്കെ. യൂസേഴ്സ് വേണം റിമൂവ് ചെയ്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നെ സ്റ്റുഡൻസ് പറഞ്ഞ ഗ്രൂപ്പിലെ മെമ്പർഷിപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ നോക്കാം, ഇപ്പോൾ യൂസറെ റൈറ്റ് ക്ലിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് പാസ്വേഡ് കാണാം. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു യൂസർ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. ആ യൂസർക്ക് പാസ്വേഡ് മറന്നുപോയി, അല്ലെങ്കിൽ ആ യൂസറെ വേറെ എന്തെങ്കിലും കാരണത്താൽ ഉള്ള പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ച് സെറ്റ് പാസ്വേഡ് ഇപ്പോൾ കൊടുത്ത രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് വേണം.
അപ്പോൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്നെ യൂസർ, ഇപ്പോൾ ഞാൻ ലോഗിൻ ചെയ്തത് ഈ പേരിലാണ്, അല്ലെങ്കിൽ ഈ യൂസറാണ്. ഈ യൂസർ എന്ന് പറഞ്ഞാൽ ഏതിലുള്ള അഡ്മിനിസ്ട്രേറ്റർ പവർ ഉള്ളതാണ് അല്ലേ. ഇപ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ മെമ്പർ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ യൂസർ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രിവിലേജ് വേണം. ഓക്കെ, പിന്നെ ഉള്ളത് ഡിലീറ്റ്. ഒരു യൂസറെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാം, റീനെയിം അടിക്കാം, അയാളുടെ പേര് എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ യൂസർ ക്രിയേഷന് അതേപോലെ ഗ്രൂപ്പ് ക്രിയേഷനൊക്കെ നമ്മൾ സെർവറിലായാലും ലോക്കൽ യൂസറായാലും സെർവർ യൂസറായാലും ഏകദേശം സെയിമാണ്. ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ സെയിമാണ്. പക്ഷെ സെർവറിലാകുന്ന സമയത്ത് ഇതുപോലുള്ള പിന്നെ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും. പല പ്രിവിലേജും സർവീസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സെർവറിൻ്റെ കേസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ യൂസർ ക്രിയേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേഷനും പിന്നെ ബേസിക്കലി ഈ രീതിയിലാണ് ചെയ്യുക. യൂസർ ക്രിയേഷൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്രിയേഷനൊക്കെ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി കൂടുതൽ ഇതുപോലെ തന്നെ പിന്നെ നമ്മളെ സെർവറിൻ്റെ കേസിൽ കുറേ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.